കൊണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ ചെടികളിൽ ചില അപകടകാരികളുണ്ട്. ചെടി എല്ലാ വീടിനും ആർക്കും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. എന്നാൽ ചെടികളിൽ ചില അപകടകാരികളുണ്ട്. ഈ അപകടത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കുണ്ടൂർ കുന്നത്തൂർ ജേക്കബ് ഭാര്യ ഫിലോമിന ചേച്ചിയുടെ വീട്ടിലാണ്. ഈ ചെടിയുടെ എന്താണ് അപകടം, ഏതാണെന്ന് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഫിലോമിന ചേച്ചിയുമായിട്ട് സംസാരിക്കാം. ചേച്ചി നമസ്കാരം. ചേച്ചി നമസ്കാരം. ഞങ്ങളിന്നിവിടെ വന്നത് ഈ ചെടീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അതായത് ചേച്ചിക്ക് വലിയൊരു അപകടം ഉണ്ടാക്കി തന്ന ചെടിയാണ് ഇതെന്നറിയാം. പക്ഷേ എന്താണത് എന്നുള്ളത് ഞങ്ങൾക്ക് പ്രേക്ഷകർക്കായിട്ടൊന്ന് അറിവിലേക്ക് പങ്കുവയ്ക്കാനും ഈ ചെടി ഉണ്ടാക്കി തന്നൊരു അപകടം അതെന്താണെന്ന് ഗൗരവത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ചേച്ചിനോട് രണ്ടു വാക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ചെടിയുടെ ഇല കേടുവന്നത് കിടക്കാറുണ്ട്, അതൊക്കെ ഒടിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഒടിച്ചപ്പോൾ ഒടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തണ്ടും കൂടെ ഒടിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിട്ടിട്ട് കിട്ടിയില്ല. വീണ്ടും ഒന്ന് പല്ലുകൊണ്ട് കടിച്ചെടുത്ത് കളഞ്ഞത്, തൂങ്ങി കിടക്കണ്ടെന്ന് വെച്ചിട്ട്. ചേച്ചി ഇത് ഒടിച്ചിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? കടിച്ചെടുത്തു അല്ലേ? ഒടിച്ചിട്ട് കിട്ടിയില്ല, കിട്ടാണ്ടായപ്പോൾ കടിച്ചെടുത്തു. പിന്നെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ പല്ലിങ്ങനെ തരിച്ച പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആശ്വാസം വന്നപ്പോൾ ഞാൻ പൈപ്പിൻ്റെ അടുത്ത് പോയി വായിൽ വെള്ളം കൊണ്ട് കുളിച്ച് കാട്ടി കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഇത്തിരി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ അവളോട് പറഞ്ഞപ്പോൾ അവൾ ഇത്തിരി വെളിച്ചെണ്ണ പൊള്ളിയിട്ടുണ്ടാവും ചോദിച്ചിരുന്നു. വെളിച്ചെണ്ണ എന്തെങ്കിലും പരട്ടാൻ പറഞ്ഞപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പരട്ടി. അത് കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് തരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വർത്താനം പറയാനും സംസാരിക്കാനും പറ്റില്ല. വായിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ മോൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു മാച്ചി ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ അടുത്ത വീട്ടിലേക്ക് അവനെ വിളിച്ചു. ഞാനും ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഇത്ര വിഷമുള്ള സാധനമാണെന്ന് അറിയണത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അറിയൊന്നുമില്ല. അപ്പോൾ ഐ സിയിലേക്ക് കിടന്നത് ശരിയാണോ? ഐ സിയിൽ കിടന്നു. എന്നിട്ട് അവരപ്പോൾ തന്നെ ഐ സി കയറ്റി തന്നെ. ഞാൻ ഹാർട്ട് പേഷ്യൻറ്റും കൂടെയാണ്. ഹാർട്ടിൻ്റെ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, വ്യക്തിയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ടൈറോയ്ഡ് എല്ലാ അസുഖങ്ങളുള്ള ആളാണ്. അപ്പോൾ വേഗം ബാധിക്കില്ല. ഇതിന് ഒരു കൊച്ചുങ്ങളുള്ള വീടൊക്കെ ശ്രദ്ധിക്കത് അങ്ങനെ നടണ്ടാന്ന് അവർ പറഞ്ഞു. അത് പറിച്ച് കളയാൻ പറഞ്ഞ് അങ്ങനെയുള്ള ചെടി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. ഭംഗി കണ്ട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. ചാലാക്ക മെഡിക്കൽ കോളേജിൽ എത്ര ദിവസം കിടന്നു? ചെന്നന്ന് തന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി. അവിടെ നിന്ന് അവർ പറഞ്ഞ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരത്തോടെ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നെ പുറത്തെടുത്ത് എനിക്ക് ഇനിയത് കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കടത്താൻ മാർട്ട ഇഞ്ചക്ഷൻ തന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മരുന്നൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ 2:30-2:45 പിറ്റേ ദിവസം ഒന്നേകാലായപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ കയറ്റി തന്നെ ഐ സി കയറ്റി. അപ്പോൾ പിറ്റേ ദിവസം 2:30 കഴിഞ്ഞപ്പോൾ എന്നെ അതിൽ നിന്ന് ഇറക്കി വാർഡിലാക്കി. വാർഡിലൊരു ഫുള്ള് ദിവസം ശനിയാഴ്ച ഞങ്ങൾ 3 മണിയായപ്പോഴേക്കും വാർഡിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ ഒരു 5 മണി ആയപ്പോഴേക്കും ആസ്പത്രിയിൽ പെരുവിട്ടി പോകുന്നു. ഉച്ചയ്ക്ക് 12 മണി ആറായി ഡോക്ടർ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല പോവാമെന്ന് പറഞ്ഞു. 8 ദിവസം കഴിയുമ്പോൾ 16-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. പേടിപ്പിച്ചു. പിന്നെ ഭക്ഷണം എന്നോട് പറഞ്ഞ ഇലക്കറികളൊന്നും ഉപയോഗിക്കരുത്, ഇറച്ചി മീനൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അതിന് വല്ല ഇൻഫെക്ഷൻ വെറുതെ ഉണ്ടാവും എന്ന് പറഞ്ഞു, അലർജി. ഇനി ഡോക്ടർ വേറെ വല്ലതും പറഞ്ഞോ നിർദ്ദേശങ്ങളോ? ഇതന്നെ പറഞ്ഞേക്കണം. അപ്പോൾ ഈ ഇവിടെയുള്ള ഇത് അറിഞ്ഞേക്കുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള ഈ ചെടി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചെടികൾ ഉപേക്ഷിക്കുക. പിന്നെ ഈ അയൽവക്കത്തു നിന്നുള്ള ചേട്ടന്മാർ പ്രത്യേകിച്ചും വന്നപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇപ്പോൾ ഞങ്ങളോട് തന്നെ വിളിച്ച് പറഞ്ഞവരുണ്ട്, ഇങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്ത് പ്രേക്ഷകരിൽ എത്തിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു അറിയിപ്പ് കിട്ടിയോണ്ടാണ് ഞങ്ങളിവിടെ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള അറിവുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുമ്പോൾ മറ്റുള്ള പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കുക. ഇത് വളരെ കറക്റ്റാണ്. കാരണം ഇത് കുട്ടികളുള്ള വീടുകളിലും മുതിർന്നവർക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റാതെ അത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ അറിവിലേക്ക് തരാൻ കൊച്ചു കുട്ടികളുള്ളിടത്തും ഈ ചെടികൾ നമ്മളുടെ നാട്ടിൻ പുറത്തുണ്ടാകുന്ന ചെടികൾ പോലെ ചെടിച്ചട്ടിയിൽ ഇരിക്കുമ്പോൾ നമ്മളത് വാങ്ങിച്ച് നല്ലൊരു വില കൊടുത്ത് വാങ്ങിച്ച് നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ എന്തായാലും നമ്മൾ അറിവില്ലായ്മയിൽ നിന്ന് പറ്റുന്ന തെറ്റുകളാണ്.
അപ്പോൾ ഇനിയും ഇങ്ങനത്തെ അപകടങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചെടികൾ പരമാവധി എല്ലാ വീടുകളിൽ നിന്ന് ഒഴിവാക്കുക. നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി കൊച്ചു കുട്ടികളൊക്കെ എങ്ങാനും ഇതെടുത്ത് കടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വലിയൊരു ആപത്തിലേക്ക് തന്നെ വന്ന് ചേരും. ദൈവാധീനം കൊണ്ട് ഫിലോമിന ചേച്ചിക്ക് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചേച്ചിയുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലേക്ക് തന്നതിന് ഒരുപാട് നന്ദി. നമസ്കാരം.